നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? ഇത്ര നേരങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ വായ മാവില്ലേ? എന്താ നിങ്ങൾ നോക്കണേ? എന്താ ചോദിച്ചതിന് മറുപടി പറയും. ഇത്ര നേരങ്ങൾ എന്താണ്ട് എനിക്ക് അതാ ഞാൻ ചോദിക്കണ. നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? നിങ്ങൾ എത്ര നേരം ആ റോട്ടിലും ആ തൊട്ട വീടുകളിലൊക്കെ തെണ്ടി നടന്നിരുന്നു എന്തിനാണ്? നിങ്ങൾ അല്ലാണ്ട് പിന്നെ ഞാനാ തെണ്ടി നടന്ന് സക്കാത്തും പൈസക്ക് വേണ്ടിട്ട്? നിങ്ങൊന്നും ഓർമ്മല്ലേ? ഇവിടെ നാട്ടിൽ ഇനി ആരാ പറയാൻ ബാക്കിയുള്ള? ഞാൻ ആ പീഡനം അവിടെ നിന്ന് നടന്നു വരുമ്പോ തന്നെ തുടങ്ങിയിരിക്കുന്ന ആൾക്കാര്. എന്റെ നാട്ടുകാരൊക്കെ പിന്നെ നാട്ടുകാർ പറയണേ കേക്കണ്ടേ? എന്റെ വാപ്പാക്ക് എന്തിന്റെ കുറവാണുള്ളത് എന്റെ വീട്ടില്? ഈ വീടുകളിലൊക്കെ അങ്ങനെ നടന്നിട്ട് സക്കാത്തിന് വേണ്ടിട്ട് തണ്ടണമെന്ന് ആൾക്കാർ ചോദിക്കുന്നു. മിക്ക നാണക്കേടില്ലേ? അനക്ക് നാണക്കേണ്ടെങ്കിൽ ചെലവിനിക്ക് കൊണ്ടാ. പിന്നെ ഇവിടെ ഞാനല്ലാതെ പിന്നെ ആരെവിടെ ചെലവിന് തരുന്ന? നിങ്ങൾക്ക് പിന്നെ എത്ര വേണ്ട? എന്താ ആവശ്യങ്ങളെ? എന്ത് നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത്? ചായ അവനാന്റെ വീട്ടിലുണ്ട്. ചായ അവനാന്റെ വീട്ടിൽ പിന്നെ എന്തിനുള്ള ആള്? എല്ലാവരും അവനാന്റെ വീട്ടിൽ പുറത്തു പോയി ചായ കുടിക്കാൻ 10 ഉറുപ്പ്യല്ലേ ആവശ്യമുള്ളൂ. ഈ നാട് മുഴുവൻ തെണ്ടി നടന്നിരിക്കുന്നത് സക്കാത്ത് വാങ്ങാൻ വേണ്ടിട്ട് ഓരോരുത്തരെ വീട്ടിലൊക്കെ. ആ മായമാജിയുടെ വീട്ടിലൊക്കെ എന്റെ ഒപ്പം പഠിച്ചവനാണ് ഒരു മകൻ. അല്ല തന്തങ്ങൾ എന്തിനാ കുട്ടികളെ ഇനി നാണം കൊടുത്താ വിചാരം? എന്താ നിങ്ങളെ വിചാരം? നിങ്ങൾ ഇപ്പൊ ചോദിച്ചാ പോരാ, ഇറങ്ങി പോകുമ്പോ പറയണം. മനുഷ്യന് മനുഷ്യ അടുക്കളയിൽ ഓരോ പണിയിലല്ലേ തന്തന്മാര് പണിയും കാട്ടിട്ട് ആരതൊക്കെ അറിയണേ? വല്ലാത്തൊരു ഇടങ്ങറുണ്ട് ഇത്. അപ്പൊ എവിടുത്താണ് എന്തിനാ ഈ നടക്കണതെന്ന്? എങ്ങനെ നടക്കണ പോയി ഒന്നിനാത്രം പോന്ന മോനെ ഈ ചെറുക്കനെ പുറത്തൊന്നും ഇറങ്ങണ്ടേ? ചെക്ക ഇറങ്ങിക്കോട്ടെ. ഇനി ഞാൻ കുടിച്ചു കെട്ടിട്ടുണ്ട്. ഇവിടെ കുടിച്ചു കെട്ടിട്ട് ഓരോ നാണക്കടാണ്. ഞങ്ങൾക്കൊക്കെ നാണക്കുണ്ടെങ്കിൽ ഇല്ല പുറത്തിറക്കണ്ട. ചെലവിന് എന്തെങ്കിലും തരാൻ പറയുന്ന ഇവിടെ ഒന്നും തിന്നാല്ലേ? ഇവിടെ ഒന്നും തിന്നാല്ലേ? അല്ല തന്ത ഈ വെച്ചുണ്ടാക്കണ നിങ്ങൾ തന്നെയല്ലേ തിന്നണത്? പിന്നെ ഇട്ട് കൊടുക്കാൻ തുണി കുപ്പായതിന് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെലവാ വേണ്ടത്? പോയി നാണം കെടുത്താൻ നടക്കണ കുട്ടികളെ ഇനി പറഞ്ഞാ മനസ്സിലാവൂല. ഒലക്ക അനക്കൊന്നും ബോധണ്ടായിരുന്നില്ലേ? ഈ തന്ത ഇവിടുന്ന് ഇറങ്ങി പോണ സമയത്ത് ഒച്ചടാന്നോർത്ത് ഒച്ചട എന്തായാലും വേണം. നാട്ടിൽ കൂടെ നടന്നു വരാൻ വയ്യ. പീഡറ അവിടെ നിന്നൊക്കെ ആൾക്കാർ നോക്കി ചെറുക്കുക. അന്റെ വാപ്പ എന്താണ് വീട് വീടാന്തരം നടന്നിട്ട് സക്കാത്തും പൈസ തെണ്ടി നടക്കാന്ന്? ഒരു ഗുളികക്ക് പോലും അതിന് കൊടുക്കണ്ട. പിന്നെ ഇയാ കൊടുക്കണേ? പിന്നെ ഇവിടെ കൊടുത്തിട്ട് ഞങ്ങളുടെ വാപ്പ തണ്ട നടന്നത്? ഗുളികക്ക് പൈസ ഇല്ല അവിടെ? ഉണ്ടോ? അപ്പോൾ കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാതെ പിന്നെ ആദ്യം സമാധാനത്തിൽ അവിടെ ഇരിക്കും. സമാധാനത്തിൽ ഇരിക്കലല്ലേ ഈ ജാതി ആളേനെ ചോദിക്കണ വർത്താനം ചെയ്ത അങ്ങനെ തന്നെയാണ്. സമാധാനപ്പെടും. നിങ്ങളും കൂടി ഇവരെ കൂടെ വന്നിട്ട് പണി തന്നെ നിൽക്കരുത്. നിങ്ങൾക്ക് ഇവിടെ പല അവസ്ഥക്ക് അറിയാലോ. എന്താണ് അതൊക്കെ അവസ്ഥ? നിങ്ങൾ എന്തെങ്കിലും പക്ക് കൊടുക്കാറുണ്ടോ? ഈ മകൻ കൊടുക്കുന്ന പൈസ നിങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ക്? മാസം മാസം പൈസ കേട്ടില്ല നിങ്ങള്? നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ പക്ക് ഗുളികക്കും മരുന്നിനും മറ്റു ആവശ്യങ്ങൾക്കും കൊടുക്കുന്ന പൈസ നിങ്ങളമ്മ പൂത്തി വെക്കും. ഈ പക്ക് കൊടുക്കാറില്ല. ഈ പക്ക് നല്ലൊരു പൊരിച്ച മീൻ പോലും കൊടുക്കാറില്ല. നിങ്ങൾക്ക് അറിയോ? കട്ടിട്ടും നിങ്ങളോ? നിങ്ങൾ ഇത്ര വലിയ കുറേശ്ശ? നിങ്ങൾ ഇത്ര വലിയ കുറേശ്ശ? ഈ മനുഷ്യൻ കഴിഞ്ഞ മാസത്തില് നിങ്ങളെ കൂട്ടുകാരന്മാര് ഇവിടെ വരികയുണ്ട്. ഈ ഇമ്മരത്ത് ഇരിക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞു? എന്റെ കൂട്ടുകാരന്മാര് വരുന്നുണ്ട്, നിങ്ങളാണ്ട് അവത്ത് പോയി കളിന്ന്. തൊള്ളേ തോന്നിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൂട്ടുകാരന്മാരോട്. ജന്മം തന്നത് ഈ മനുഷ്യനെ അല്ലാതെ കണ്ണി കണ്ണാക്കാറല്ല. ചൊറിഞ്ഞ സ്വഭാവം ഉണ്ടെങ്കിൽ അത് പറയുന്നത്. ഒരു ചൊറിഞ്ഞ സ്വഭാവം ഈ ഒരു വൃത്തികെട്ട സ്വഭാവം കൊണ്ട് തന്നെയാണ് എന്താ എന്നോട് ഇപ്പല്ലാത്തത്. ഇപ്പൊ നിങ്ങള് കാരണമാണ് ഞാൻ ഈ ചീത്ത പേര് മൊത്തം കേട്ടത്. ഈ പൈസ നിങ്ങൾ എവിടെ കൊണ്ടിടക്കണം? എവിടെ ഇല്ല, നിങ്ങളെ മോൾക്കായി കൊടുക്കണ്ടാവും, അല്ലാതെ വേറെ പരിപാടി ഇല്ലല്ലോ. പൈസ കൊടുത്ത എന്താ പരിപാടി എനിക്കറിയോ? ഈ തന്ത സിഗരറ്റും വീടിയും നമ്മള് കാണാതെ വലിച്ച പെരന്റെ പിന്നാമ്പുറത്തേക്ക് ഞാൻ കക്കൂസ് പോയപ്പോൾ മണം കിട്ടി. ഈ മക വലിച്ചത് ഈ തന്ത ഇമ്മയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ അറിയോ? ഉമ്മക്ക് പണി ഇഷ്ടല്ല. എനിക്ക് മനസ്സിലായിട്ടോ. അതാണ് ഇമ്മയുടെ ചേരിനും കോഴിനും പറ്റിയ ആളല്ലപ്പ. ആ ഒരു ഈഗോ ഉമ്മക്ക് നല്ലോണം എടുക്കാം. ഞാൻ നമ്മളോട് പറയണ പണിച്ചിട്ട് കുറെ കാലം പിന്നെ നിങ്ങളുടെ കുടുംബക്കാരുടെ അവിടെ വെച്ചിട്ടാ. എനിക്ക് പരിമിതി ഉണ്ട് ഇവിടെ പറയാന്. ഈ ഉമ്മയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ? ഈ മോന്റെ ചേലിനനുസരിച്ച് പറ്റിയ വാപ്പളല്ല ഇതിൽ കിട്ടിക്കുന്നത്. അത് മുറുക്ക് 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 കണ്ടുപിടിട്ട് നല്ല പോരടിക്കുന്നുണ്ട്. ഒരു നല്ല കഞ്ഞിയുടെ വെള്ളം പോലും കൊടുക്കില്ല നിങ്ങളമ്മ. അറിയോ നിങ്ങൾക്ക് ഉള്ളത് മൊത്തം? ഇപ്പൊ നിങ്ങൾ 4000 3000 ഇപ്പാടെ ചെലവിനും ഷർട്ടടിക്കാനും അതിന് കൊടുക്കണ അതൊക്കെ അറിയാം. ഇമ്മ പൂത്തിയിട്ട് അങ്ങോട്ട് വിറ്റും. ഇപ്പൊ കൊടുക്കൂല. അപ്പൊ നിങ്ങൾക്കൊന്ന് ചോദിച്ചു വാങ്ങിക്കൂടെ? നിങ്ങളോ? ഞാനെന്തിനാ ചോദിക്കണം? അല്ല അതിന് നിങ്ങൾ ഈ മനുഷ്യൻ ഈ കുടുംബത്തുള്ളത് നിങ്ങൾക്ക് അറിയോ?
ഈ മനുഷ്യനെ ഈ കുടുംബത്തിലുള്ള നിങ്ങൾക്ക് അറിയോ? ഇജ്ജിപ്പോ എവിടെ ആരുടെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ ഇപ്പടെ ഭാഗം മാത്രമേ നിൽക്കുള്ളൂ. ഇന്നെ മനസ്സിലാക്കിയെടുത്തോളം അതൊക്കെ കേട്ടിട്ട് ഇപ്പൊ തെണ്ടി നടക്കണതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ പേര് നാശായപ്പോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. അങ്ങനെ ഇപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്ക് 100 മാർക്കാണ്. ഇതൊക്കെ തന്നെ നിങ്ങളൊക്കെ കുഴപ്പം. നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ആണ് ഏറ്റവും കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത്. ഇതൊന്നും ആണുങ്ങൾ അറിയണില്ല. പേര് നാശാക്കാനും നാട്ടുകാരെ മുമ്പിൽ ചീത്ത പേരുണ്ടാക്കാനും വേണ്ടിട്ട് എല്ലാരും കൂടിയിട്ട് ഇന്നോട് കൊന്നു തന്നാളിന്നാ ചെയ്യുന്ന. നിങ്ങൾ അത്ര നല്ല പുള്ളിന്നല്ല. നിങ്ങൾ അനുഭവിക്കേണ്ട ആളെന്നെയാണ്. നിങ്ങൾക്ക് നല്ലൊരു ഡ്രസ്സ് നിങ്ങൾക്ക് നേരിട്ട് പക്കണ്ട് കൊടുത്താ പോരെ? നല്ലൊരു ഭക്ഷണ പാക്ക് കൊടുത്താ പോരെ? ഞാൻ അങ്ങനെ ഡ്രസ് ഒന്നും ഷോപ്പിങ്ങിന് പോയില്ല. നിങ്ങൾ പെണ്ണുങ്ങളല്ലേ ഇവിടുന്ന് സാധനം വാങ്ങാൻ പോണത്. ഇത് ഉമ്മാന്റെ കയ്യിലാണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ എന്റെ അടുത്തോണ്ട് വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാക്കൊണ്ട് ചെയ്താലെന്താ? നിങ്ങൾക്ക് നിങ്ങളെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളെ നിലെടുക്കല്. അതുപോലെ നിങ്ങൾ ഉമ്മ ഇപ്പൊക്കെ എന്റെ അടുത്ത് നിങ്ങൾ ഇന്ന് നേരം വരെ ചോദിച്ചിട്ടുണ്ടാ? ഇപ്പൊ എന്റെ കല്യാണത്തിന് പോകുമ്പോ മുഷിന്റെ ഡ്രസ് ഇട്ട് നിങ്ങൾ ചോദിക്കാറുണ്ടാ? ഇപ്പൊ എന്റെ കഴിച്ച് നിങ്ങൾ ചോദിക്കാറുണ്ടാ? ഇപ്പൊ കിടന്ന് ഉറങ്ങിയോ നിങ്ങൾ ചോദിക്കാറുണ്ടാ? ഇതൊക്കെ അങ്ങനെ ഉപ്പാന്റെ പിന്നാലാണെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ ഒരു സമയവും ഒരു പരിധി ഒരു കാലും പ്രായവും ഒക്കെ ഉണ്ട്. ഉപ്പ ഒന്ന് കണ്ടറിയണം. ഇതിങ്ങനെ പറയല. നിങ്ങൾ വർത്താനം പറയാൻ നിൽക്കണ്ട. വെറുതെ എന്റെ പ്രാന്താട് കേൾക്കണ്ട. അതെ, ഈ മനുഷ്യന്റെ ചോരയിൽ ഉണ്ടായത് നിങ്ങള് അല്ലേ? ഈ മനുഷ്യനാണ് നിങ്ങൾക്ക് പണ്ട് ചെലവിന് തന്നതും നിങ്ങൾക്ക് കുപ്പായം മേടിച്ചതും നിങ്ങൾക്ക് തിന്നാൻ മേടിച്ചതും എല്ലാം ഈ മനുഷ്യനാ. നിങ്ങൾ 2 മക്കളില്ലേ? ഈ മക 2 മക്കളെ ചോര നീരാക്കിയിട്ട് വളർത്തിണ്ടാക്കിയതും ഈ കണ്ട മണിമാളിക കെട്ടിയതും ഈ മനുഷ്യനാ. ഇന്ന് നിങ്ങൾക്ക് ഈ തളയുടെ സൗന്ദര്യം വന്നതുകൊണ്ട് ഇങ്ങക്ക് ഉപ്പാനെ പറ്റൂല. ഇമ്മക്ക് പണ്ടേ പന പറ്റൂല. ഇതൊന്നേ പുറത്തുനിന്ന് വന്ന മരുവോള് പറയുമ്പോ നാണക്കട അച്ഛനെ ഞാൻ അങ്ങോട്ട് മുണ്ടാവും തിന്നിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും കണ്ടിട്ട് കണ്ണടച്ച് അതിനുള്ളിൽ കുത്തിരുന്നിട്ടുണ്ട്. എന്തെന്നത് ചലച്ചൂട് ഞാൻ തരണ്ട് കേട്ടാ. നിങ്ങൾ ഒറ്റ ആൾ കാരണം ഈ കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. എന്റെ കാര്യം നോക്കി പോയിട്ട് പൊന്നാരപ്പ നിങ്ങൾക്ക് ഇന്നോട് പൈസ ചോദിച്ചൂടായിരുന്നില്ലേ? നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മോന് നാണക്കേടുണ്ടാക്കിയത്? നിങ്ങൾക്ക് പോകേണ്ട ആവശ്യം തരുന്നത്. നിങ്ങൾക്ക് എല്ലാ പൈസ ഞാൻ തരുന്നതല്ലേ? നിങ്ങൾക്ക് ഇന്നോട് ചോദിച്ചൂടായിരുന്നില്ലേ? ഈ പറഞ്ഞ പോലെ ഒരിക്കൽ നാണക്കടനല്ലേ? പോട്ടെ, ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലേ നിങ്ങളെ ഇവിടുത്തെ പ്രശ്നങ്ങള്. ഇനിയിപ്പോ എന്തായാലും നിക്കാൻ അമ്മാനും ഒതുക്കും. വിഷമിക്കാൻ നിൽക്കണ്ട കേട്ടോ. ബാ, ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പോവരുത് കേട്ടോ.